അവരൊക്കെ ഇന്ന് മലയാള സിനിമയിലെ വമ്പന്മാരാണ്. അവരെ പേര് ഈ ഒരു തരുണത്തിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അത് ഒരുപക്ഷെ അവർക്കും കുറച്ചിലായിരിക്കും. ഈ ന്യൂജൻ സിനിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ ഒരു നമ്മൾ അടച്ചു പറഞ്ഞാൽ നിലനിൽപ്പേയില്ല. പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റിയുടെ പുസ്തകം സിനിമയോടൊപ്പം പ്രകാശിതമാകുന്നു. ജൂലൈ 26 ഞായർ വൈകുന്നേരം 5 മണിക്ക് വടകര ക്രിസ്റ്റൽ സ്യൂട്ടിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം ഇന്ദ്രൻസ് പുസ്തകം പ്രകാശനം ചെയ്യും. കെ രമ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇത് എൻ്റെ ജീവിതത്തിൽ സിനിമയോടുള്ള ഒരു പ്രത്യേക തരത്തിൽ വേണമെങ്കിൽ പറയാം, ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ തന്നെ പറയട്ടെ. ഞാനൊക്കെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരുപാട് സിനിമ കാണുകയും സിനിമയിലുള്ള താരങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആ സമയത്ത് തന്നെ ഒരുപാട് സ്കൂൾ നാടകങ്ങളിലും അതുപോലെ അമേച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയും സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ഒരു വിവഞ്ചിക എന്ന് പറയുന്നൊരു കലാസമിതി ഉണ്ടാക്കി ആ കലാസമിതിക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ട് സിനിമയിൽ പോയിക്കൂടാ എന്ന് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കുറച്ച് കലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, നീ എങ്ങനെ സിനിമയിലെത്തും? സിനിമയിലെത്തേണ്ടതായ കഴിവ് നിനക്കുണ്ടോ? സിനിമക്ക് ആ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ വല്ലാത്തൊരു അയിത്തമെന്ന് പറയാൻ പറ്റില്ല, സിനിമയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഏകദേശം 40-42 വർഷം മുമ്പുള്ള കഥയാണ്. എന്തുകൊണ്ട് സാധിക്കില്ല? സാധിക്കാത്തത് സാധിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ കരുതി കൂട്ടുന്നു, സിനിമയിൽ എന്തെങ്കിലും ആവണം, ഏത് അഭിനയിക്കണം എന്നായിരുന്നു ആദ്യം എനിക്ക് മോഹം. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ സംവിധാനം പഠിക്കുക എന്നുള്ള രീതിയിലോട്ട് ചെന്നൈ ചെന്നു. ഒരുപാട് പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ ഏകദേശം 60-ൽ പരം സിനിമകൾ ഞാൻ ഏകദേശം ഒരു 8-9 വർഷം കൊണ്ട് സംവിധാന സഹായി, സഹസംവിധാനം, അസോസിയേറ്റ് ഇങ്ങനെ നിലകളൊക്കെ കുറേ പടം വർക്ക് ചെയ്തു. അതിൽ സൂപ്പർ ഹിറ്റ് പടങ്ങളുണ്ട്, ഒളിഞ്ഞുപോയ പടങ്ങളുണ്ട്, വലിയ വലിയ ഡയറക്ടേഴ്സ് എന്നൊക്കെ അവർ വലിയ മലയാള സിനിമയിൽ നിൽക്കുന്ന ജോഷിയെ പോലത്തെ, രാജസേനെ പോലത്തെ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഒരിക്കൽ ഒരു കഥ പറയാൻ രക്ഷയില്ല. KP ഉമ്മറിൻ്റെ കത്തുമായിട്ട് ഞാൻ KS സേതുമാധവൻ എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ, അല്ലേ? 5 വർഷമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംവിധാനം എന്താ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുമെന്ന് KP ഉമ്മർ എന്ന് പറയുന്ന മലയാളത്തിലെ മഹാനായ വില്ലൻ നടൻ എന്നെ ഉപദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ കത്തുമായിട്ട് ഞാൻ KS സേതുമാധവനെ കാണാൻ പോവുക. ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. ഒരു രാവിലെ ഞാൻ തോന്നുന്നുണ്ട്. ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം വന്നു, കണ്ടു, കത്ത് കൊടുത്തു. കത്ത് വായിച്ച് എന്നോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയില്ല, ഞാൻ മലയാളം മീഡിയം പഠിച്ച ആളാണ്, ഒരുപാട് ഡിഗ്രി ഹോൾഡറൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് എന്തായാലും പറയാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇംഗ്ലീഷ് അറിയാതെ നിങ്ങളെങ്ങനെയാണ് സിനിമയിൽ വർക്ക് ചെയ്യും? അപ്പോൾ ഞാൻ അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മാരക വിപത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതൊരു വിപത്തല്ലേ? അപ്പം ഞാൻ അങ്ങനെ അയാൾ പറയാൻ ശരിയാണെന്നൊക്കെ തോന്നി. പല ഭാഷകളിൽ നിന്ന് ടെക്നീഷ്യൻസ് വരും, പല ഭാഷയിൽ നിന്ന് നടന്മാർ വരും, പല ഹീറോയിൻസുമാരൊക്കെ വരും, അവരുമായിട്ട് നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പുള്ളി ചോദിച്ചപ്പോൾ അത് ശരിയുമാണെന്നുള്ളത് പിന്നീട് പല പടങ്ങളും വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലായ കാര്യവുമാണ്. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ മാത്രമാണ്, അങ്ങനെയാണ് സിനിമ ഇംഗ്ലീഷ് അറിയാത്ത എത്രയോ പേര് സിനിമ ചെയ്യുന്നില്ലേ? അപ്പോഴും ഞാൻ ആലോചിച്ചു, സിനിമ ചെയ്തേ പറ്റൂ. അപ്പോഴൊന്ന് അദ്ദേഹം എന്നെ വലിയ മൈൻഡൊന്നും തന്നില്ല. കാരണം ഞാൻ മുണ്ട കൊടുത്തിട്ടുള്ള ആളാണ്, നാട്ടിൽ നിന്ന് പോയ മനുഷ്യനാണ്, പാൻറ്റോ അങ്ങനത്തെ ചക്കപ്പൊക്കിയൊന്നുമില്ല, ആ കാലമല്ലേ. അങ്ങനെ ഞാൻ മനോവിഷമത്തോടുകൂടി ഈ KS സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഇംഗ്ലീഷ് എനിക്ക് ഇപ്പോഴും വൃത്തിയിൽ സംസാരിക്കാൻ അറിയില്ല. ഏസും വാസെല്ലാം കൂട്ടി പറഞ്ഞ് ഒപ്പിക്കുവാൻ ഇപ്പോഴും പറ്റൂ, അല്ലാത്ത ഒരു അപാധ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ പലരെയും കൂടെ ഈ പറഞ്ഞ പോലെ അപ്പോഴും ഞാൻ ഇങ്ങനെ സംവിധാന സഹായിയും അസോസിയേറ്റൊക്കെ ആയിട്ട് ഒരുപാട് സൂപ്പർ ഡൂപ്പർ രാജസേൻ്റെ ഒക്കെ അന്യമ്പ ഏട്ടമ്പ ആദ്യത്തെ കൺമണി MLA വീട് എന്നൊക്കെ പറയുന്ന വാർദ്ധക്യ എന്നൊക്കെ പറയുന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളൊക്കെ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്തു. അങ്ങനെ സിനിമ അറിയാത്ത അല്ലെങ്കിൽ സിനിമയിൽ എന്താ പറയുക ഫിനാൻസൊക്കെ ചെയ്യുന്ന കുറേ ഡയറക്ടേഴ്സിന് വേണ്ടി ഞാൻ എൻ്റേതല്ലാതായ പേരിൽ പടം ചെയ്ത് കൊടുത്തു. പേരെൻ്റെത് ഉണ്ടാവില്ല, പടം ഞാൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പറയുന്ന പൈസയും കിട്ടും. 1 ലക്ഷം 5 ലക്ഷം ആക്കുക, 1 ലക്ഷം 10 ആവാം, എന്തും തരും വരും. കാരണം പടം ഞാൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 6, 7, 8 പടങ്ങൾ. അതിപ്പോൾ പറയാൻ പ്രയാസമുണ്ട്. അവരൊക്കെ ഇന്ന് മലയാള സിനിമയിലെ വമ്പന്മാരാണ്. അവരെ പേര് ഈ ഒരു തരുണത്തിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അത് ഒരുപക്ഷെ അവർക്കും കുറച്ചിലായിരിക്കും. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ സിനിമയിൽ നിന്ന് ഒരുപാട് പൊള്ളലുകൾ ഏറ്റാളാൻ, ഒരുപാട് പൊള്ളലുകൾ. വളരെ ഇന്ന് ആ സമയത്ത് ഒരാളും സംവിധായകനായിട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പ്രയാസമുള്ളൊരു ഫീൽഡാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇപ്പോഴും അങ്ങനെ നിർലോഭം പടയുന്ന ആരും സിനിമയിൽ എത്തിയിട്ടില്ല. അപ്പോൾ സിനിമ അപ്രാപ്യമാ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. നമുക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ, നമ്മളത് സ്വപ്നം കണ്ടാൽ സാധിക്കും. അബ്ദുൽ കലാമൊക്കെ പറഞ്ഞ പോലെ സ്വപ്നം കാണുകയല്ലേ വേണ്ടത്. സ്വപ്നം കണ്ടാൽ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമാ ലോകത്ത് എത്തിപ്പെട്ടതും. ഏകദേശം 7 പടങ്ങൾ എനിക്കിപ്പം ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് സീരിയലുകൾ ചെയ്തു, ഒരുപാട് പാട്ടുകൾ, ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെമ്മീൻ പോലത്തെ കഥ അല്ലെങ്കിൽ ഒരു തുലാഭാരം പോലത്തെ കഥയ്ക്ക് ഇന്ന് പ്രസക്തിയില്ല. ഒരു ചെറിയൊരു എലിമെൻറ്റ്, ചെറിയ ത്രെഡ് വെച്ചാണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. വലിയ ഒരു ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ കഥ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഓരോ പടം ഇറങ്ങുമ്പോഴും മുത്താരംകുന്ന് പിയോ എന്നുള്ള പടം ഇറങ്ങിയപ്പോൾ അന്ന് അതൊരു ന്യൂജൻ സിനിമയായിരുന്നു. ഇങ്ങനെ ഓരോ കാലത്ത് മുമ്പും ഇതുപോലെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ ന്യൂജൻ സിനിമ എന്ന് പറയുന്ന സിനിമക്ക് ഇപ്പോൾ ഒരു നമ്മൾ അടച്ചു പറഞ്ഞാൽ നിലനിൽപ്പേയില്ല. അതങ്ങനെ വന്നു പോകുന്നുണ്ട്. എത്രയോ പടങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ എന്താ പറയേണ്ടത്, നമ്മൾ കുടുംബ ബന്ധങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. ഇക്കഴിഞ്ഞ എല്ലാ പടങ്ങളും ഇപ്പോൾ ദൃശ്യം എന്നുള്ള പടം എന്തുകൊണ്ടാണ് ഓടുന്നത്? അതിൽ കുടുംബ ബന്ധത്തിൻ്റെ ഒരു വല്ലാത്തൊരു പാശ്ചാത്തലമുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഇന്നും മലയാള സിനിമയിൽ നല്ല പ്രസക്തിയുണ്ട്. അത്തരം കഥകളെ ഒരു ന്യൂജൻ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ആ പടം ഓടാനുള്ള സാധ്യതയും കൂടുതലാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി മലയാള സിനിമയോടൊപ്പം നടന്നൊരാൾ. ശരിക്കും പറഞ്ഞാൽ പഴയകാല സംവിധായകന്മാരും പുതിയകാല സംവിധായകന്മാരും ഒക്കെ കൂടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത്തരം സിനിമകൾ ചെയ്യാനും കഴിഞ്ഞിട്ടുള്ള ചുരുക്കം ചില സംവിധായകന്മാരിൽ ഒരാളാണ് നമ്മുടെ പപ്പൻ നരിപ്പറ്റ. പിന്നെ സിനിമയോടൊപ്പം എന്നാണ് എൻ്റെ ഒരു ശീർഷകം. അപ്പോൾ അതിൽ തന്നെ സൂചന എന്താണെന്ന് വെച്ചാൽ പപ്പൻ നരിപ്പറ്റയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നൊരു പശ്ചാത്തലവും ആ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ അധികം പ്രയാസങ്ങൾ അനുഭവിച്ച് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സിനിമാ മേഖലയിലെത്തി ഏറെക്കുറെ വലിയൊരു ഉന്നത ശ്രേണിയിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞ നമ്മളെ നാട്ടുകാരനായ പപ്പൻ നരിപ്പറ്റ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് നമ്മളെ നാട്ടിൻ്റെ കൂടെ ഒരു അഭിമാനമായി നമ്മൾ കാണണം എന്നുള്ള ഒരാഗ്രഹം നമ്മളെല്ലാ ആളുകളിലും കാണും. ബന്ധപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു മലബാറിൽ നമ്മുടെ വടകര കടത്തനാട് മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ നേട്ടം പറഞ്ഞ പോലെ ഇത് വടകരക്കാർക്ക് വലിയൊരു അഭിമാനമാണ്. ഇത്തരം ഒരു പുസ്തകം ഇറങ്ങുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ടീം വർക്ക്, കൂട്ടായ്മ, അതിൽ എല്ലാ ആളുകളും ഇതിൽ സഹകരിക്കുക. കല്യാണ പെണ്ണോ? അത് ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.